السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലുമെല്ലാം കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു നബയിലെ 9 ആയത്തുകളാണ് നമ്മൾ വിശദീകരിച്ചത്. ആദ്യം ആ 9 ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് അടുത്ത ആയത്ത് നമുക്കൊന്ന് വിശദീകരിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അദീം الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അദീം الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا. ഇന്ന് നമുക്കെടുക്കാനുള്ളത് 10ാമത്തെ ആയത്താണ്. വജഅൽന ലൈല ലിബാസൻ. അപ്പോൾ അവിടെ 9 ആയത്തുകളിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ചില പദങ്ങളുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ചോദിക്കുകയാണ്. അന്നബ, എന്താ നബ എന്ന് പറഞ്ഞാൽ അർത്ഥം? വാർത്ത അല്ലേ? നബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്ത എന്നാണ്, വമ്പിച്ച വാർത്ത. അൽ ഖബറുൽ അലീം, വമ്പിച്ച വാർത്തക്കാണ് അറബിയിൽ അന്നബ എന്ന് പറയുക. അലം നജ്അലിൽ അർദ മിഹാദൻ. എന്താ മിഹാദ് എന്ന് പറഞ്ഞാൽ? ദുനിയാവിനെന്താക്കി? ഭൂമിയെ വിരിപ്പാക്കി എന്നാണ്. മിഹാദ് എന്ന് പറഞ്ഞാൽ വിരിപ്പ് എന്നാണ് അർത്ഥം. വൽ ജിബാല ഔതാദൻ. ഔതാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണികളാക്കി, ആണികൾ എന്നാണ് ഔതാദിന്റെ ഉദ്ദേശം. വജഅൽനാ നൗമകും സുബാതൻ. സുബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്രമം, റാഹത്ത്. അപ്പം ഇത് ഈ പറഞ്ഞ 9 ആയത്തുകളിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട പദങ്ങളാണ്. ബാക്കിയുള്ള പദങ്ങളൊക്കെ ആവർത്തിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? വിശുദ്ധ ഖുർആനിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? അത് ഒരു സ്ഥലത്ത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത് വജഅൽന ലൈല ലിബാസൻ. വജഅൽന, നാം ആക്കി, അല്ലൈല, ലൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി. രാത്രിയെ നാം സംവിധാനിച്ചു. എന്താക്കിയിട്ട്? ലിബാസൻ, വസ്ത്രമായിട്ടാണ് രാത്രിയെ സംവിധാനിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം വരാം, എന്തുകൊണ്ടാണ് രാത്രിയെ വസ്ത്രമാക്കി എന്ന് പറഞ്ഞത്? ഒരു വസ്ത്രം എന്താണ് ചെയ്യുന്നത്? ശരീരത്തെ എന്ത് ചെയ്യും? മറക്കും. ശരീരത്തെ മറക്കുക എന്നുള്ളതാണ് വസ്ത്രം ചെയ്യുന്നത്. രാത്രി എന്താണ് ചെയ്യുന്നത്? പകലിനെ
മറക്കും. രാത്രി പകലിനെ എന്ത് ചെയ്യുന്നുണ്ട്? മറക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വജഅൽനൽ ലൈല ലിബാസൻ, രാത്രിയെ നാം വസ്ത്രമാക്കി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഇവിടെ രാത്രിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു. പകലുള്ളതോടൊപ്പം തന്നെ രാത്രിയും സംവിധാനിച്ചിട്ടുണ്ട്. അത് അല്ലാഹുവിൻ്റെ അതിമഹത്തായ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് രാത്രിയെ സംവിധാനിച്ചു എന്നത്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാവും. രാത്രി ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? മനുഷ്യൻ നിത്യവും ജോലി ചെയ്യുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അവനൊരു വിശ്രമം എന്നത് ഉണ്ടാവുകയില്ല. ജീവിതം ഇങ്ങനെ എന്ത് ചെയ്യും? ജോലി ചെയ്ത് തീരുന്ന അവസ്ഥയായിരിക്കും. നമുക്കൊരിക്കലും അത് നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യാൻ പറ്റൂല? വിഭാവനം ചെയ്യാൻ പറ്റൂല. രാത്രി ഇല്ലാത്ത ലോകം എന്നത് നമുക്കൊരിക്കലും ആലോചനയിൽ കൊണ്ടുവരാൻ പോലും സാധിക്കുകയില്ല. കാരണം അത്രയും വലിയ അനുഗ്രഹമാണ് അള്ളാഹു രാത്രിയെ സംവിധാനിച്ചു എന്നത്. അതും വളരെ കൃത്യമാണ്. ഒരാൾ ജോലി ചെയ്തു, ആ ജോലിയൊക്കെ കഴിഞ്ഞു, അതിനുള്ള വിശ്രമമായിട്ട് എന്ത് ചെയ്തു? രാത്രിയെ സംവിധാനിച്ചു. ആ വിശ്രമത്തിന് ശേഷമോ പിന്നെയും ഒരു പകൽ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. ജോലിക്ക് വേണ്ടിയിട്ട് പിന്നെയുള്ള ഒരു പകലും അള്ളാഹു സംവിധാനിച്ചു. അപ്പം ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ അള്ളാഹു വളരെ കൃത്യമായി ഇത് സംവിധാനിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം രാത്രി ഇല്ലാത്തൊരു ദിവസം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ദിവസം കടന്നു പോകുന്നില്ല. അപ്പം ഇതൊക്കെ അള്ളാഹു സംവിധാനിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? സൂറത്തുൽ ബഖറയിലെ 29-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ. ഭൂമിയിൽ എന്തൊക്കെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടോ എല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ്? ഖലഖ ലക്കും, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നാണ്. അതായത് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാം അള്ളാഹു പടച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങേയറ്റത്തെ നന്ദിയുള്ളവരാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ ഒരു അനുഗ്രഹത്തിൻ്റെ പേരിൽ. അപ്പോൾ വിശ്വാസിയും അവിശ്വാസിയും എന്നൊന്നും വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഈ അനുഗ്രഹം അനുഭവിച്ച് അറിയുന്നുണ്ട്. അപ്പോൾ രാത്രിയെ സംവിധാനിച്ചു, പകലിനെ സംവിധാനിച്ചു, എല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. സ്വർഗത്തിലേക്ക് അള്ളാഹു മാറ്റിവെച്ചത് എത്ര കാരുണ്യമാണ്? 99 കാരുണ്യമാണ് അള്ളാഹു ബാക്കി വെച്ചത്. എന്നാൽ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യമാണുള്ളത്. ആ ഒരു കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പരസ്പരം കാരുണ്യത്തോടു കൂടി പെരുമാറുന്നതും ഒരു ഉമ്മ മകനോട് പെരുമാറുന്നതും എല്ലാം ആ കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ആ 99 കാരുണ്യത്തിൻ്റെ വിശാലതയും വ്യാപ്തിയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സ്വർഗത്തിന് വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ പണിയെടുക്കും എന്നുള്ളതാണ്. ഈ ഒരു കാരുണ്യം തന്നെ ഇത്രയും വിശാലമാണ് എങ്കിൽ 99 കാരുണ്യത്തിൻ്റെ വിശാലത നമുക്ക് എഴുതിയാലോ അതല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ അത് കൊണ്ടുവരാൻ ശ്രമിച്ചാലോ എന്ത് ചെയ്യാൻ പറ്റൂല? നമുക്ക് കൊണ്ടുവരാൻ പറ്റൂല എന്നുള്ളതാണ്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, സ്വർഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാല ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്തതാണ്, ഒരു മനസ്സിനും വിഭാവനം ചെയ്യാൻ സാധിക്കാത്തതാണ് സ്വർഗം. അപ്പം നമുക്കൊരിക്കലും ഈ ഒരു കാരുണ്യം തന്നെ അത്രയും വിശാലാണ്. അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യത്തിൻ്റെ വിശാലത നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തന്നെ അത് അങ്ങേയറ്റാണ്. ഏതെങ്കിലും ദുനിയാവിൻ്റെ എന്തെങ്കിലും അളവുകോൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? അളക്കാൻ പറ്റൂല. അത്രയും വ്യാപ്തിയും വിശാലതയും ഉണ്ട്. എങ്കിൽ ആ 99 കാരുണ്യത്തിൻ്റെ വിശാലതയും വ്യാപ്തിയുമുള്ള ആ സ്വർഗത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പണിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും പ്രയത്നിക്കുകയും വേണം എന്നാണ് ഈ ആയത്ത് നമുക്ക് നൽകുന്ന പ്രേരണ. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയാൻ, ഹാദാ ഐളൻ മിൻ നിഅമത്തില്ലാഹി സുബ്ഹാനഹു വ തആല, ഈ രാത്രി എന്നത് ഇത് അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. അൽ അഹദുൻ യസ്തതീഉ ലൗ ലം യജ്അലില്ലാഹുൽ ലൈല അൻ യഅതിയ ബിൽ ലൈലി. അല്ലാഹു ഒരു ദിവസം രാത്രി കൊണ്ടുവന്നില്ല. ആർക്കെങ്കിലും രാത്രി കൊണ്ടുവരാൻ സാധിക്കുമോ? ഇല്ല, ഒരാൾക്കും രാത്രി കൊണ്ടുവരാൻ സാധിക്കൂല. മാ അഹദുൻ യസ്തതി, ഒരാൾക്കും സാധ്യമല്ല. യഅനി ലൗ ഇജ്തമഅൽ ഖൽഖു കുല്ലുഹും മിൻ അവ്വലിഹിം ഇലാ ആഖിരിഹിം ബിജമീഇ സ്വനാഇഇഹിം മസ്തതാഉ അൻ യഅതു ബിനിസ്ഫി ലൈലിൻ വലാ ബിസാഅത്തിൻ മിൻ ലൈലിൻ. എല്ലാ ജനങ്ങളും, ആദ്യം കഴിഞ്ഞു പോയ ജനങ്ങളും ഇപ്പോഴുള്ള ജനങ്ങളും, എല്ലാ ആളുകളും ഒരുമിച്ച് കൂടി അവരുടെ അടുക്കൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച്
രാത്രി കൊണ്ടുവരാൻ സാധിക്കുമോ? ഇല്ല. എന്തിനേറെ രാത്രിയുടെ ഒരു ചെറിയ അല്പഭാഗം പോലും കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുകയില്ല എന്നാണ്. അപ്പം അവിടെയാണ് ഇത് അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്നും നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇനി ഇതിൻ്റെ മുമ്പത്തെ ആയത്തിൽ പറയുന്നത് എന്താ? വജഅൽനാ നൗമക്കും സുബാതൻ. അപ്പോൾ ഉറക്കവും എന്താണ്? ഒരു അനുഗ്രഹമാണ്. ഉറക്കവും ഒരു അനുഗ്രഹമാണ്. എന്നാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് ചോദിച്ചേക്കാം, ഉറക്ക ഗുളിക കൊടുത്തിട്ട് ഒരാൾ ഉറക്കാൻ പറ്റുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഉറക്ക അനുഗ്രഹമാണോ എന്നൊരാൾ ചോദിച്ചാലോ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഗുളിക കഴിക്കുമ്പോൾ അവൻ എന്തുണ്ടാകുന്നു? ഉറക്കം വരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് ഉറക്കം എന്ന ആ പ്രക്രിയ സംവിധാനിച്ചതാരാ? അള്ളാഹുവാണ്. അങ്ങനെ ഒരു സംവിധാനം അള്ളാഹു സംവിധാനിച്ചിട്ടില്ലെങ്കിൽ എന്ത് കൊടുത്താലും ചെയ്യൂല, ഉറക്കം വരൂല. അപ്പം അള്ളാഹു സംവിധാനിച്ചു എന്നുള്ളതാണ് എന്ത്? ഉറക്കം വരാനുള്ള ഒരു കാരണമായിട്ട് ആ ഗുളിക മാറിയിട്ടുള്ളത്. അപ്പോൾ ഉറക്കവും എന്തുതന്നെയാണ്? അള്ളാഹുവിൻ്റെ അനുഗ്രഹമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വജഅൽനാ നൗമക്കും സുബാതൻ വജഅൽനൽ ലൈല ലിബാസ. അപ്പോൾ ഉറക്കിനെ കുറിച്ച് പറഞ്ഞു, ശേഷം രാത്രിയെക്കുറിച്ച് പറഞ്ഞു. ഇവിടെയാണ് നമ്മൾ മുനാസബത്തുൽ ആയത്ത് തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഉറക്കിന് ശേഷം രാത്രിയെ പറയുന്നു. കാരണം മനുഷ്യൻ ഉറങ്ങുന്നത് എപ്പോഴാണ്? രാത്രിയാണ്. മനുഷ്യൻ ഉറങ്ങുന്നത് രാത്രിയാണ് എന്നതുകൊണ്ടാണ് ഉറക്കിന് ശേഷം നേരെ രാത്രിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ചത്. ഇനി ഇതിന് സമാനമായ ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ മറ്റു ഇടത്ത് വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ രാത്രിയെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ? അവസാനത്തെ ജുസ്ഇലൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ കേൾക്കുന്ന സൂറത്തുകളിൽ പെട്ടതാണ്. വല്ലൈലി ഇദാ യഗ്ഷ. വല്ലൈൽ, രാത്രി തന്നെയാണ് സത്യം. ഇദാ യഗ്ഷ, അത് എന്താ ചെയ്യുക? ഗശിയ യഗ്ഷ എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യും? മൂടുന്നാണ്. വല്ലൈലി ഇദാ യഗ്ഷ, അത് മൂടും. അതെന്തിനാ മൂടുന്നത്? പകലിന് എന്ത് ചെയ്യും? അത് മൂടി രാത്രിയാകും. വന്നഹാരി ഇദാ തജല്ല, പകല് തന്നെയാണ് സത്യം. എപ്പോഴാണ്? ഇദാ തജല്ല. തജല്ല തജല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകലെന്ത് ചെയ്യും? അത് വെളിവാകും. പകല് എന്നത് വെളിവാകും. ആ പകല് കൊണ്ട് തന്നെയാണ് സത്യം. വമാ ഖലഖൽ ദകറ വൽ ഉൻസ. അള്ളാഹു സൃഷ്ടിച്ചത് എങ്ങനെയാണ്? പേറായിട്ടാണ്. അള്ളാഹു ഏതൊരു സൃഷ്ടിപ്പിനെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഇണകളായിട്ടാണ്. അപ്പൊ ഇണകളായി സൃഷ്ടിച്ചു എന്നത് തന്നെയാണ് സത്യം. അപ്പൊ 3 സത്യങ്ങളാണ്. എത്ര സത്യങ്ങളാണ്? 3 സത്യങ്ങൾ. ഒന്ന് രാത്രിയെ കൊണ്ട് സത്യം ചെയ്തു, പകലിനെ കൊണ്ട് സത്യം ചെയ്തു, മനുഷ്യ സൃഷ്ടിപ്പ് അള്ളാഹു സൃഷ്ടിച്ചത് ഇണകളായിട്ടാണ് എന്ന സത്യം. ഇപ്പൊ 3 വ്യത്യസ്ത വിഷയങ്ങൾ. 3 വ്യത്യസ്ത വിഷയങ്ങൾ. എന്നിട്ട് അള്ളാഹു പറയാണ് ഇന്ന സഅയകും ലശത്ത. അപ്പോൾ രാത്രിയുണ്ട്, പകലുണ്ട്. മനുഷ്യന്മാരുടെ സൃഷ്ടിപ്പിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഇണകളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന സഅയകും ലശത്ത, നിങ്ങളുടെ പ്രയത്നങ്ങളിലും എന്തുണ്ട്? വ്യത്യസ്തമായിരിക്കുന്നതാണ്. എല്ലാവരും ഒരേപോലെ ചിന്തിക്കോ? ഇല്ല. എല്ലാവരും ഒരേപോലെ പ്രവർത്തിക്കോ? ഇല്ല. പല ആളുകളുടെ പെരുമാറ്റവും വ്യത്യസ്ത രൂപത്തിലാണ്. പല ആളുകളുടെ സംസാര രീതി വ്യത്യസ്ത രൂപത്തിലാണ്. പല ആളുകളും ഇടപെടുന്നത് വ്യത്യസ്ത രൂപത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് 3 വ്യത്യസ്ത സത്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് അതിനോട് യോജിച്ചതാണ് പറയുന്നത് ഇന്ന സഅയകും ലശത്ത എന്ന് പറഞ്ഞു വെക്കുക. അവിടെ അള്ളാഹു ആദ്യം പറഞ്ഞത് രാത്രിയെക്കുറിച്ചാണ്. വല്ലൈലി ഇദാ യഗ്ഷ. പിന്നെയാണ് എന്ത് പറയുന്നത്? പകലിനെ കുറിച്ച് അള്ളാഹു പ്രതിപാദിക്കുന്നത്. എന്തായിരിക്കും അതിനുള്ള കാരണം? ആദ്യം രാത്രിയെക്കുറിച്ച് പറയുന്നു, പിന്നെ പകലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഈ സൂറത്ത് ഇറങ്ങുന്ന സമയത്ത് ഇസ്ലാമിലേക്ക് എന്ത് ചെയ്തിട്ടില്ല? അങ്ങനെ ആളുകൾ കടന്നു വന്നിട്ടില്ല. ഇസ്ലാം ഇങ്ങനെ വളർന്നു വരികയാണ്. ഇസ്ലാം ഇങ്ങനെ പ്രകടമായി വരികയാണ്. അന്ന് ജനങ്ങളിൽ നിബിഡമായിട്ടുള്ളത് ഷിർക്കാണ്. ഷിർക്കും കുഫറുമാണ് ജനങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്നത്. അതുകൊണ്ടാണ് എന്തിനെ പറഞ്ഞത്? രാത്രിയെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്തത് എന്നാണ്. കാരണം കുഫറാണെന്ന് കൂടുതലുണ്ടായത്. അപ്പോൾ കുഫറിനെ അള്ളാഹു എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തുന്നത്? രാത്രിയോടാണ്. വന്നഹാരി ഇദാ തജല്ല. എന്നാൽ നഹാർ എന്ത് ചെയ്യുന്നുണ്ട്? അതിങ്ങനെ വെളിവായി വരുന്നുണ്ട്. ഇസ്ലാം പ്രകടമായിട്ട്
വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യം രാത്രിയെ പറഞ്ഞു, പിന്നെ പകലിനെ പ്രതിപാദിച്ചത്. അതോടൊപ്പം തന്നെ ഭൂമിയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായത് രാത്രിയാണ്. ഭൂമിയുടെ ചരിത്രം പരിശോധിച്ചാലും ആദ്യം എന്താ ഉള്ളത്? രാത്രിയാണ്. പിന്നെയാണ് അള്ളാഹ് എന്തിനെ സൃഷ്ടിക്കുന്നത്? സൂര്യനെയും അതേപോലെയുള്ള നക്ഷത്രങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത് അതിനുശേഷം. അപ്പോൾ ഭൂമിയുടെ ചരിത്രം പരിശോധിച്ചാലും ആദ്യം രാത്രിയാണ്. അപ്പം അതുകൊണ്ടെല്ലാമാണ് ആദ്യം എന്ത് പറയുന്നത്? വല്ലൈലി ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖൽ ദകറ വൽ ഉൻസ. അതാണ് ഈ ആയത്തിനോട്, അതായത് നമ്മൾ ഇപ്പോൾ വിശദീകരിക്കുന്ന ആയത്ത് വജഅൽനൽ ലൈല ലിബാസ, ഈ ആയത്തിനോട് സാദൃശ്യമുള്ള ഒരായത്താണ് ഇപ്പം നമ്മൾ പാരായണം ചെയ്തത്. തത്തുല്യമായ മറ്റൊരായത്താണ് സൂറത്തുൽ ഫുർഖാനിലെ 47-ാമത്തെ ആയത്ത്. വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസ. അതേ ആശയം വരുന്ന ആയത്ത്. വഹുവ അവൻ, അല്ലദീ എങ്ങനെയുള്ളവനാണ്, ജഅല ലക്കും നിങ്ങൾക്കാക്കിയിട്ടുണ്ട്, അൽ ലൈല രാത്രിയെ, ലിബാസൻ വസ്ത്രമാക്കിയിട്ടുണ്ട് എന്നാണ്. രാത്രി എന്ത് ചെയ്തു? വസ്ത്രമാക്കി. ഇമാം ഖുർത്തുബി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയത്ത് കൊണ്ടുവന്നാൽ അതിൻ്റെ കീഴിൽ എന്ത് ചെയ്യും? ഒരുപാട് മസ്അലകൾ കൊണ്ടുവരും. അപ്പോൾ ഈ ആയത്തിൽ ഇത്ര മസ്അലകളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക? വിശദീകരിക്കുക. അപ്പോൾ സൂറത്തുൽ ഫുർഖാനിലെ 47-ാമത്തെ ആയത്ത് വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസൻ വന്നൗമ സുബാതൻ വജഅൽനൻ നഹാറ നുഷൂറൻ. ഇതാണ് ആയത്തിൻ്റെ പൂർണ്ണ ഭാഗം. ഈ ആയത്തിൽ 4 മസ്അലകളാണ് അദ്ദേഹം കൊണ്ടുവന്നത്. 4 മസ്അലകൾ. അതിൽ രസകരമായ ഒരു മസ്അല അദ്ദേഹം പറയുന്നത്, ഇവിടെ പറയുന്ന എന്താ? അല്ലാഹു ജഅല ലക്കുമുൽ ലൈല ലിബാസൻ, രാത്രി എന്താക്കി? വസ്ത്രമാക്കി എന്നാണ്. ചില ഗഫലത്തിൽപ്പെട്ട ആളുകൾ, ചില വിഡ്ഢികളായ ആളുകൾ ഈ ആയത്ത് പാരായണം ചെയ്തപ്പോൾ അവർ വിചാരിച്ചത് എന്താ? അന്ന മൻ സ്വല്ല ഉരിയാനൻ ഫി ളലാമി അന്നഹു യുജ്സിഉഹു. രാത്രി ഒരാൾ വിവസ്ത്രനായി വസ്ത്രമില്ലാതെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നിസ്കാരം എന്ത് ചെയ്യും? സ്വീകരിക്കും എന്ന് ചില ആളുകൾ എന്ത് ചെയ്തു? ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് തെറ്റാണ്, അത് ശരിയല്ല എന്നെന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം ഒരു മസ്അലയായിട്ട് കൊണ്ടുവരുന്നുണ്ട്. വഹാദാ യൂജിബു അൻ യുസല്ലിയ ഫീ ബൈതിഹി ഉരിയാനൻ ഇദാ അഗ്ലഖ അലൈഹി ബാബഹു. വാതിലൊക്കെ അടച്ച് ആരില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അങ്ങനെ നിസ്കരിക്കാം എന്ന് ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാം വസ്സത്റു ഫിസ്സലാത്തി ഇബാദത്തുൻ, നിസ്കാരത്തിൽ അവൻ ഔറത്ത് മറക്കുക എന്നുള്ളത് ഇബാദത്താണ്. തഖ്തസ്സു ബിഹ, അത് നിസ്കാരത്തിന് പ്രത്യേകമായ ഒരു വിഷയമാണ്. ലൈസത് ലി അജലി നദരി നാസി വലാ ഹാജത ഇലൽ ഇത്നാബി ഫീ ഹാദാ. ഇവിടെ വജഅൽനൽ ലൈല ലിബാസ, രാത്രി അല്ലാഹു എന്ത് ചെയ്തു? വസ്ത്രമാക്കി എന്ന് പറഞ്ഞു. അതായത് പകലിന് എന്ത് ചെയ്യുന്നുണ്ട്? രാത്രി മൂടുന്നുണ്ട്. ഒരു വസ്ത്രം മനുഷ്യന്റെ ശരീരത്തെ മറക്കുന്നത് പോലെ. എന്നാൽ ചില ആളുകൾക്ക് തിരിച്ച് ഒരു ചോദ്യം ചോദിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ രാത്രി എന്ന് പറയുന്നത് എന്തായിട്ട് മാറിയിട്ടുണ്ട്? പകല് പോലെ ഒരുപാട് വെളിച്ചങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പം എങ്ങനെയാണ് രാത്രി വസ്ത്രമാക്കിയിട്ടുണ്ട് എന്ന് പറയുക എന്നെന്ത് ചെയ്യാം? ഒരാൾക്ക് ചോദിക്കാം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലായിടത്തും അങ്ങനെയാണോ? അല്ല, ചില സ്ഥലത്ത് മാത്രമാണ് എന്ത് ആ രൂപത്തിലുള്ളത്. അതിന് തന്നെ പരിമിതിയുണ്ട്. അതിന് തന്നെ എന്തുണ്ട്? പരിമിതിയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതൊക്കെ വളരെ തുച്ഛമായ സ്ഥലത്ത് മാത്രമാണ് അത്രയും വെളിച്ചങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് തന്നെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ, ചെറിയ കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടായി കഴിഞ്ഞാൽ മൊത്തം ചെയ്യും ഇരുട്ടായി മാറുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇവിടെ ലൈല ലിബാസൻ. അപ്പോൾ രാത്രിയിലുള്ള ദിക്ർ, രാത്രിയിലുള്ള ദിക്റിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതായത് ഉറങ്ങാൻ കിടക്കുന്ന നേരത്തുള്ള ദിക്ർ. അവിടെ നമ്മൾ പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു മസ്അല കടന്നു വരുന്നത്, അത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ ചൊല്ലാറുള്ള ദിക്ർ ഉണ്ടല്ലോ, ആ ദിക്ർ രാത്രിയിൽ മാത്രം പ്രത്യേകമായതാണോ? അതല്ല ഇപ്പോൾ ഉച്ചക്ക് ഒരാൾ ഉറങ്ങാണ്, ഉച്ചക്ക് ഉറങ്ങുമ്പോഴും ആ ദിക്ർ പറയേണ്ടതുണ്ടോ? അതല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നവന് മാത്രം പ്രത്യേകമായതാണോ ആ ദിക്ർ എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? മനസ്സിലാക്കേണ്ടതുണ്ട്. പല ആളുകൾക്കും ചിലപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങൾ വന്നിട്ടുണ്ടാകാം. മസ്അല മനസ്സിലായല്ലോ? അതായത് രാത്രിയിൽ മാത്രം പറയേണ്ടതാണോ? അതല്ല മറ്റു സമയത്ത്, ഇപ്പോൾ രാവിലെ ഒരാൾ ഉറങ്ങാണ്, അപ്പോൾ ആ സമയത്ത്
അവന് ആ ദിക്ർ ചൊല്ലേണ്ടതുണ്ടോ, ഉറങ്ങാൻ കിടക്കുന്ന നേരത്തുള്ള ദിക്ർ പറയേണ്ടതുണ്ടോ, അതല്ല രാത്രിക്ക് മാത്രം പ്രത്യേകമായതാണോ? ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. അതിൽ 3 അഭിപ്രായങ്ങൾ സലഫി ലോകത്ത് തന്നെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കിടയിൽ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ അഭിപ്രായം രാത്രിയുള്ള ഉറക്കത്തിനുള്ളതാണെന്ത്, ആ പറയപ്പെട്ട ദിക്ർ. എന്നാൽ ഒരാൾ രാവിലെ ഉറങ്ങുമ്പോൾ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ടെന്തില്ല, കുഴപ്പമില്ല എന്നാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായമായി പറയപ്പെടുന്നത് രാത്രി മാത്രം ചൊല്ലേണ്ടതാണെന്ത്, ആ ദിക്ർ എന്നാണ്. മൂന്നാമത്തെ അഭിപ്രായം രാത്രി ചൊല്ലേണ്ടതുണ്ട്, രാത്രി മാത്രം ചൊല്ലേണ്ടതുണ്ട്, എന്നാൽ അല്ലാത്ത സമയത്തും ചൊല്ലാൻ പറ്റുന്ന ദിക്റുകളുണ്ട്. അപ്പോൾ ഈ 3 അഭിപ്രായത്തിൽ ഏറ്റവും ശരിയായി തോന്നുന്നത് മൂന്നാമത്തെ അഭിപ്രായമാണ്. അതായത് ചില ദിക്റുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ ആ ഹദീസിൻ്റെ ലഫ്ലുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മൻ ഖറഅൽ ആയതൈൻ, ആരെങ്കിലും 2 ആയത്തുകൾ പാരായണം ചെയ്തു, മിൻ ആഖിരി സൂറത്തിൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ ഏറ്റവും അവസാനത്തെ 2 ആയത്തുകൾ, എപ്പോൾ, ഫീ ലൈലത്തിൻ, രാത്രിയിൽ. അപ്പോൾ അവിടെ പ്രത്യേകമായി പറഞ്ഞു എപ്പോഴാണ്, രാത്രിയാണ് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇനി ഒരാൾ രാവിലെ ഉറങ്ങുമ്പോൾ ഈ ദിക്ർ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പ്രത്യേകമായി പറഞ്ഞത് ആ പ്രത്യേകമായ സ്ഥലത്ത് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അതേ സമയത്ത് വേറൊരു ഹദീസ്, ഇദാ അവ അഹദുക്കും ഇലാ ഫിറാഷിഹി, ഒരാൾ തൻ്റെ വിരിപ്പിലേക്ക് കിടന്നുറങ്ങാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഫൽയൻഫുൽ ഫിറാശഹു ബിദാഖിലതി ഇസാരിഹി ഫഇന്നഹു ലാ യദ്രി മാ ഖലഫഹു അലൈഹി, അവൻ എന്ത് ചെയ്യണം, വിരിപ്പ് കൊടയണം. വിരിപ്പിൽ എന്താ ഉണ്ടാകുക എന്നുള്ളത് അവൻ അറിയില്ല. എന്നിട്ട് അവൻ പ്രാർത്ഥിക്കണം, ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫൽഹാ ബിമാ തഹ്ഫലു ബിഹി ഇബാദക സ്വാലിഹീൻ. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ രാത്രി എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് എന്താ പറഞ്ഞത്, നിങ്ങൾ വിരിപ്പിലേക്ക് പോവുകയാണെങ്കിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും രാവിലെ കിടന്നുറങ്ങുന്ന വ്യക്തിക്കും എന്ത് ചെയ്യാം, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം, പ്രതിഫലം എന്ത് ചെയ്യും, അവന് ലഭിക്കും. അപ്പോൾ അതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവനെന്ത് ചെയ്യാം, രാത്രി മാത്രമുള്ളത് രാത്രി പ്രാർത്ഥിക്കാം, എന്നാൽ അങ്ങനെ പ്രത്യേകമായി വരാത്ത ദിക്ർ എന്ത് ചെയ്യാം, രാവിലെ ഉറങ്ങുമ്പോഴും പ്രാർത്ഥിക്കാം, പ്രതിഫലം ലഭിക്കും, പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊരു വിഷയമാണ്, രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഷെറുകൾ രാത്രി എന്ത് ചെയ്യും, കുമിഞ്ഞു കൂടുന്ന അവസ്ഥ രാത്രിയുണ്ട്. എന്താ തെളിവ്? രാത്രിയുടെ ഷെറിൽ നിന്ന് ശരണം തേടുന്നു എന്ന് നമുക്ക് അറിയിച്ചു തരുന്ന ആയത്ത് ഏതാ? രാത്രിയുടെ ഷെറിൽ നിന്ന് ശരണം തേടുന്നു എന്ന് പറയുന്ന ആയത്ത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഏത് സൂറത്തിലാ? അവസാനത്തെ പേജിലുള്ള ഒരു സൂറത്തിലാണ് ആ ആയത്ത് വരുന്നത്. സൂറത്തുൽ ഫലക്കിലാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. എന്താ ഗാസിഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലൈലത്തിൻ ഷദീദിൽ ളുൽമ, അങ്ങേയറ്റത്തെ ഇരുട്ടുള്ള രാത്രി. അതാണ് മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ ഇദാ ദഖല. വഖബ് എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചാൽ. അപ്പം രാത്രി പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഷർറിൽ നിന്ന് എന്ത് ചെയ്യുന്നു? റബ്ബേ നിന്നോട് കാവലിനെ തേടുന്നു. അപ്പം രാത്രി ഒരുപാട് ഷർറുകൾ സംഗമിക്കുന്ന സന്ദർഭമാണ് ഇത്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ മോശപ്പെട്ട ആളുകൾ എപ്പോഴാണ് സംഗമിക്കുക? രാവിലെയാണോ? അല്ല, രാത്രിയാണ്. എന്നാൽ ജീവികളുടെ വിഷയത്തിലോ രാത്രിയാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജീവികളും മനുഷ്യന്മാരും അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് രാത്രിയിലാണ്. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള രാത്രിയുടെ ഷർറിൽ നിന്ന് കാവലിനെ തേടുന്നു എന്ന് ആയത്തിൽ ശരണം തേടുകയാണ്. അള്ളാഹുവിനോട് ഇസ്തിആദത്ത് നടത്തുകയാണ്, സഹായം തേടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാൻ, അന്നൻ നബിയ നളറ ഇലൽ ഖമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചന്ദ്രനിലേക്ക് നോക്കിയെന്നാണ്. എന്നിട്ട് പറയാണ്, യാ ആയിഷ, ഓ ആയിഷ, ഇസ്തഈദി ബില്ലാഹി മിൻ ശർരി ഹാദാ, ഇതിൻ്റെ ഷർറിനെ തൊട്ട് നീ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് കാവലിനെ തേടണം. അതായത് ചന്ദ്രൻ്റെ ഷർറ് എന്നല്ല അവിടെ ഉദ്ദേശം, മറിച്ച് എന്താ?
രാത്രിയാണ്. ചന്ദ്രൻ ഉണ്ടാകുന്നത് രാത്രിയിലാണ്. അതുകൊണ്ട് ആ രാത്രിയുടെ ഷർറിനെ തൊട്ട് നീ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് കാവലിനെ തേടണം. എന്നിട്ട് പറയാണ് ഹാദാ ഹുവൽ ഗാസിഖു ഇദാ വഖബ. ഇതെന്താണ്? രാത്രിയാണ്. അതുകൊണ്ട് രാത്രിയുടെ ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ തേടണം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ അത്ഫിഉ അസ്സുറുജ, നിങ്ങൾ എന്ത് ചെയ്യണം? വിളക്കുകൾ കിടത്തണം. രാത്രി ആയി കഴിഞ്ഞാൽ വിളക്കുകളൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ കിടത്തിക്കളയണം. കാരണം ഫഇന്നൽ ഫുവൈസിഖ തുദ്രിമു അലന്നാസി ബുയൂതഹും ലൈലൻ. രാത്രി എന്ത് ചെയ്യും? ഒരുപാട് മോശപ്പെട്ട ജീവികൾ ഉണ്ടാവും. ഈ പറഞ്ഞ വിളക്ക് കടത്താതെയാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ പിന്നെ രാത്രിയാകുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ആ വിളക്ക് മൂലം വീടൊക്കെ കത്തി നശിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ വിളക്ക് കിടത്തിയിട്ട് എന്ത് ചെയ്യണം? കിടന്നുറങ്ങണം. പണ്ട് കാലത്തുള്ള വിളക്കിൻ്റെ അവസ്ഥ നമുക്കറിയാം. തീ പോലെയുള്ള വിളക്കുകളാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പം രാത്രിയിൽ ഷെറുണ്ട്. എന്നാൽ അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു വീക്ഷണത്തിൽ, മറ്റൊരു കോണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഹൈറുകൾ ഒരു മുഅ്മിനിന് നേടാൻ സാധിക്കുന്ന സമയമാണെന്ത്? രാത്രിയുടെ സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗനീമത്തുകൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന സമയമാണ് രാത്രിയുടെ സമയം. എന്താ രാത്രി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത്? രാത്രി നിസ്കാരാണ്, തഹജ്ജുദാണ്, ഖിയാമുൽ ലൈലാണ്. അപ്പൊ രാത്രി ഷർറാണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അതിലൊരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവുമായി ബന്ധം പുലർത്താൻ, അള്ളാഹുവുമായി സ്നേഹം പങ്കിടാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണെന്ത്? രാത്രിയുടെ അന്ത്യയാമങ്ങൾ എന്നത്. ആരും നമ്മെ കാണാനില്ല, നമ്മളും റബ്ബും മാത്രമായിരിക്കും ആ സമയം ഉണ്ടാകുക എന്നാണ്. അപ്പം അത് ആ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരാൾ, ഉറങ്ങി പിന്നീട് എഴുന്നേറ്റു എന്നിട്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് എന്തെന്ന് പറയാ? തഹജ്ജുദ് എന്ന് പറയുക. ഈ പേര് പലപ്പോഴും പല ആളുകൾക്കും സംശയമാണ്. തഹജ്ജുദ്, ഖിയാമുൽ ലൈൽ, വിത്ർ, തറാവീഹ്, ഇതിങ്ങനെ പലപ്പോഴായി സംശയമുള്ള ഒരു വിഷയമാണ്. നമ്മൾ ചുരുക്കി മനസ്സിലാക്കേണ്ടത് ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി നിസ്കാരം എന്നാണ്. ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇശാഇന് ശേഷം നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം, അതിനാണ് ഖിയാമുൽ ലൈൽ. ഖിയാം എന്ന് പറഞ്ഞാൽ നിൽക്കുക, അല്ലൈൽ രാത്രിയുള്ള നിസ്കാരം. ഇനി തഹജ്ജുദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിനെയാണ് തഹജ്ജുദ് എന്ന് പറയുക. ഹജദ എന്ന പദത്തിൽ നിന്നാണ് തഹജ്ജുദ് എന്ന പദം ഉണ്ടാകുന്നത്. ഹജദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുക എന്നാണ്. ഹജദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുക. ഹജദൽ ഖൗമു ഹുജൂദൻ, ഒരു സമൂഹം ഉറങ്ങി എന്ന് പറയാൻ ഹജദ എന്നാണ് ഉപയോഗിക്കുക. അപ്പൊ തഹജ്ജുദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹജദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുക, തഹജ്ജുദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉറക്കിനെന്ത് ചെയ്യാം? ഉറക്കിനെ ഇല്ലാതാക്കി എഴുന്നേൽക്കുക എന്നുള്ളതാണ്. തജന്നുബുൻ നൗം, ഉറക്കിനെന്ത് ചെയ്യാം? ഒഴിവാക്കുക എന്നാണ്. ഉറക്കിനെ ഒഴിവാക്കുക എന്നാണ് തഹജ്ജുദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുന്നതിനെയാണ് തഹജ്ജുദ് എന്ന് പറയുക. സൂറത്തുൽ ഇസ്രായിലെ 79-ാമത്തെ ആയത്ത്, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി, രാത്രിയുടെ അല്പഭാഗം നീ എന്ത് ചെയ്യണം? തഹജ്ജദ് ബിഹി, നീ ഉറങ്ങി എഴുന്നേറ്റ് നീ നമസ്കരിക്കണം. നാഫിലതൻ ലക, അതെന്താണ്? നിനക്കൊരു ഐച്ഛികമായ കർമ്മമാണ്. അസ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ, അല്ലാഹു എന്ത് ചെയ്യും? സ്തുത്യർഹമായ സ്ഥാനം അള്ളാഹു നിനക്ക് നൽകുന്നതാണ് അങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾക്ക്. ഇനി തറാവീഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഹത്ത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. റാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വിശ്രമം. അപ്പൊ തറാവീഹ്, തർവീഹത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്രമം നടക്കുന്നുണ്ട്. ഓരോ 4 റക്അത്ത് കഴിയുമ്പോഴും ദീർഘമായ ഒരു വിശ്രമം എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ട് അവിടെ. അപ്പൊ അങ്ങനെ വിശ്രമിച്ച് നിസ്കരിക്കുന്ന റമളാനിലുള്ള നിസ്കാരത്തെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? തറാവീഹ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ തറാവീഹും എന്തിൻ്റെ ഗണത്തിലാണ്? ഖിയാമുൽ ലൈലിന്റെ ഉള്ളിലാണ് വരിക. ഖിയാമുൽ ലൈലിന്റെ ഉള്ളിലാണ് എന്ത് വരിക? തറാവീഹ് എന്ന വിഷയം വരിക. അപ്പൊ അതിൻ്റെ സ്വഭാവത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച്, നേച്ചറിന്റെ വ്യത്യാസം അനുസരിച്ച് പേരിലും എന്ത് ചെയ്യും? മാറ്റം വരും എന്ന് മനസ്സിലാക്കിയാൽ മതി. അത്രയേ ഉള്ളൂ ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി രാത്രി നിസ്കാരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് പ്രത്യേകതകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിഷയമാണ് രാത്രി നിസ്കാരം. അതിലൊന്ന്, അള്ളാഹു തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രായിലെ ഇപ്പം നമ്മൾ പാരായണം ചെയ്ത 79-ാമത്തെ ആയത്തിൽ പറയുന്നത്, വമിനൽ ലൈലി
ഫതഹജ്ജദ് ബിഹി. തഹജ്ജുദ് എന്ത് ചെയ്യണം? നീ നിസ്കരിക്കണം എന്ന കൽപ്പനയാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, അമറ ലഹു ബിഖിയാമിൽ ലൈലി ബഅദൽ മക്തൂബ. ഫർദ് നിസ്കാരത്തിന് ശേഷം ഈ പറഞ്ഞ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കണമെന്ന് അല്ലാഹു എന്ത് ചെയ്തു? കൽപ്പിച്ചു. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല. ഖും, നീ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് നിസ്കരിക്കണം എന്ന് പറയാം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, യഅ്മുറു തആല റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യത്റുക തസമ്മുൽ. എന്താ തസമ്മുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റസൂല് ഖദീജ ബീവിയുടെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ടല്ലോ, സമ്മിലൂനി, എന്നെന്ത് ചെയ്യണം? മൂടിപ്പുതക്കണം. അപ്പോൾ അള്ളാഹ് പറയണത് നീ ഇത് ഒഴിവാക്കണം എന്നാണ്. മൂടിപ്പുതച്ച് കിടന്നുറങ്ങുന്നത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം? രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കണം എന്ന കൽപ്പനയാണ്. അപ്പം നമുക്കറിയാം, അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഗൗരവമുള്ള വിഷയമാണ്. അത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? പരിശ്രമിക്കേണ്ടതുണ്ട്, പ്രയത്നിക്കേണ്ടതുണ്ട്. അതിന് സഹായകരമാകുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്തു വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നാമത്തേത് അള്ളാഹുവിൻ്റെ കൽപ്പന വന്ന വിഷയമാണ് രാത്രി നിസ്കാരം എന്നത്. രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ് രാത്രി നമസ്കാരം. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂമു മിനൽ ലൈലി ഹത്താ തതഫത്തറ ഖദമാഹു. റസൂലിൻ്റെ ഇരു കാലുകളും തതഫത്തർ, അത് ഒരുപാട് നിസ്കരിച്ച് നീര് കെട്ടുമാറ് റസൂൽ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? നിസ്കരിക്കാറുണ്ടായിരുന്നു എന്നാണ്. ഫഖാലത്ത് ആയിഷ, ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാൻ, ലിമ തസ്നഉ ഹാദാ യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിൻ്റെ റസൂലേ, എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും എല്ലാ പാപങ്ങളും അല്ലാഹു എന്ത് ചെയ്തിട്ടുണ്ട്? പുറത്തു തന്നിട്ടുണ്ട്. പിന്നെയും എന്തിനാണ് ഈ കഷ്ടപ്പാട്? ഖാല അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറാ, അല്ലാഹുവിന് അങ്ങേയറ്റം നന്ദിയുള്ള അടിമയായി ഞാൻ മാറണ്ടേ ആയിഷ എന്നാണ് എന്ത് ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അമ്പിയാക്കന്മാരുടെ ചിന്തയാണ്. അതായത് നന്ദിയുള്ള ആളുകളാകണം, രാത്രി നിസ്കരിക്കണം എന്നൊക്കെ പറയുന്ന ചിന്ത അമ്പിയാക്കന്മാരുടെ ചിന്തകളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ആ ചിന്ത എന്ത് ചെയ്യണം? നമുക്കുണ്ടാകണമെന്നാണ് പറഞ്ഞു വരുന്നത്. മറ്റൊരു ഹദീസിൽ പറയുന്നത്, ലാ തദഅ ഖിയാമൽ ലൈൽ ഫഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ലാ യദഉഹു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, നിങ്ങൾ എന്ത് ചെയ്യരുത്? ഖിയാമുൽ ലൈൽ ഒഴിവാക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? രാത്രി നമസ്കാരം ഒഴിവാക്കിയിട്ടില്ല. ഇനിയോ, വകാന ഇദാ മരിള ഔ കസില സ്വല്ല ഖാഇദൻ. റസൂലിന് മറലുണ്ടായി, രോഗമുണ്ടായി, അതല്ലെങ്കിൽ റസൂലിന് മടി ബാധിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനൊക്കെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ റസൂൽ ഇരുന്ന് നമസ്കരിക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് എത്രയാണോ കഴിയുന്നത് അത്ര എന്ത് ചെയ്യണം? രാത്രി നമസ്കാരം നമ്മൾ നിസ്കരിക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും അത്തരം നമസ്കാരത്തിൻ്റെ വിഷയത്തിലൊക്കെ വളരെ വലിയ ലാഘവമാണ് നമ്മൾ വെച്ച് പുലർത്താറുള്ളത്. ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന നിസ്കാരമാണ് രാത്രി നിസ്കാരം. നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. അത് ദുനിയവിയായ മാറ്റങ്ങൾ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും എന്നുള്ളതാണ്. ഒന്നാമത്തേത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡക്റ്റീവായ ഒരു മനുഷ്യനായിട്ട് എന്ത് ചെയ്യും? നമ്മൾ മാറും എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. നല്ല ചിട്ട ജീവിതത്തിൽ എന്ത് ചെയ്യും? രൂപപ്പെട്ടു വരും അത്തരം നിസ്കരിക്കുന്ന ആളുകളുടെ ജീവിതം. മൂന്നാമത്തേത്, അന്നല്ലാഹ തആല മദഹൽ മുതഹജ്ജിദീന, അല്ലാഹു തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളെ വാനോളം പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് എന്നാണ്. സൂറത്തു സജ്ദയിലെ ആയത്ത്, തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. തതജാഫാ ജുനൂബുഹും, അവരുടെ പാർശ്വങ്ങൾ എന്ത് ചെയ്യുന്നു? എഴുന്നേൽക്കുന്നു. അനിൽ മദാജിഇ, അവരെവിടെയാണോ കിടന്നുറങ്ങുന്നത് ആ കിടന്നുറങ്ങുന്ന സ്ഥലത്ത് നിന്ന് അവരുടെ പാർശ്വങ്ങൾ എഴുന്നേൽക്കുന്നു. എന്നിട്ടോ യദ്ഊന റബ്ബഹും, അവർ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, ഇബാദത്ത് ചെയ്യുന്നു, ഖൗഫൻ, പേടിയോടെ, വതമഅൻ, ആഗ്രഹത്തോടെ, വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, നമ്മൾ എന്താണോ അവർക്ക് റിസ്കായി നൽകിയിട്ടുള്ളത് അതിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു? ചെലവഴിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രാർത്ഥിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഅനി ബിദാലിക ഖിയാമൽ ലൈൽ, രാത്രി നിസ്കാരാണെന്ത് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? അള്ളാഹു അവരെ പുകഴ്ത്തി പറഞ്ഞു.
മറ്റൊന്ന് സൂറത്തു ദാരിയാത്തിലെ ആയത്താണ്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ. മുത്തഖീങ്ങൾ സ്വർഗ്ഗത്തിലായിരിക്കും, അവർ സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പുകളിലും അരുവികളിലുമായിരിക്കും. ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ. എന്താണോ റബ്ബ് അവർക്ക് ആ സ്വർഗത്തിൽ നിക്ഷേപിച്ചിട്ടുള്ളത് അതൊക്കെ അവരെന്ത് ചെയ്യും? ആ സുഖ സൗകര്യങ്ങളൊക്കെ അവർ സ്വീകരിക്കും. എന്നിട്ട് അവരെ കുറിച്ച് പറയാണ്, സ്വർഗത്തിൽ വസിക്കുന്ന ആളുകളെ കുറിച്ച് പറയാണ്, കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ. അവർ രാത്രി വളരെ കുറച്ച് മാത്രമാണ് എന്ത് ചെയ്യാറുള്ളത്? ഉറങ്ങാറുള്ളത്. ബാക്കിയുള്ള ഭാഗം അവർ നിസ്കരിക്കാറായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഫലാ യനാമൂന മിനൽ ലൈലി ഇല്ലാ അഖല്ല. രാത്രി വളരെ കുറച്ചാണ് എന്ത് ചെയ്യുക? അവരുറങ്ങുക. ബാക്കിയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യും? അവർ നിസ്കരിക്കുന്നതാണ്. അപ്പം അത്തരത്തിൽ വളരെ ആരോഗ്യപരമായി നമുക്ക് നിസ്കരിക്കാൻ സാധിക്കണമെങ്കിൽ രാത്രിയുടെ ആദ്യ ഭാഗത്ത് എന്ത് ചെയ്യണം? കിടന്നുറങ്ങണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യൂല? നമുക്ക് അവസാന ഭാഗത്ത് കിടന്നുറങ്ങി എഴുന്നേറ്റ് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം സുബഹിനെ എന്ത് ചെയ്യും? ബാധിക്കും എന്നുള്ളതാണ്. സുബഹി നിസ്കാരവും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകും. എന്നാൽ നിസ്കരിച്ച ആ തഹജ്ജുദിന്റെ അവസ്ഥയാണെങ്കിലോ അതും ഒരു തഹജ്ജുദ് ആയിരിക്കും. നിസ്കരിക്കുന്നത് ഒരു ഉറങ്ങി തൂങ്ങി ആ രൂപത്തിലുള്ള നിസ്കാരമായിരിക്കും നിസ്കരിച്ച് തീർക്കുക. അപ്പം അതുകൊണ്ട് ആദ്യം ഉറങ്ങണം. ഒരു 9 മണി 10 മണിയുടെ സമയത്തൊക്കെ എന്ത് ചെയ്യണം? ഉറങ്ങുകയാണെങ്കിൽ അവസാന സമയത്ത് എഴുന്നേറ്റ് എന്ത് ചെയ്യാൻ പറ്റും? നിസ്കരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അൽ അഹ്നഫ് ഇബ്നു ഖൈസ് എന്ന സ്വഹാബി, അതല്ലെങ്കിൽ താബിഈ, അൽ അഹ്നഫ് ഇബ്നു ഖൈസ്, ഇദ്ദേഹം ഒന്നുകിൽ സിഗാറു സ്വഹാബയാണ്, സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ സ്വഹാബിയാണ്, അതല്ലെങ്കിലോ അദ്ദേഹം താബിഈയാണ്. ചരിത്രകാരന്മാർക്കിടയിൽ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ എന്തുണ്ട്? അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അഹ്നഫ് ഇബ്നു ഖൈസ്, അഹ്നഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാലിന് മുടന്തുണ്ട്, അദ്ദേഹം മുടന്തനാണ്, നടക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. എന്നാൽ ബനൂ തമീമിലെ നേതാവാണ് ആര്? ഈ അഹ്നഫ് ബനൂ തമീമിലെ നേതാവാണ്. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബനൂ തമീമുകാർക്ക് മറുത്തെന്തില്ല? ഒരു വാക്കില്ല എന്നാണ്. അപ്പൊ അദ്ദേഹത്തോട് ഒരിക്കൽ ഒരു വ്യക്തി ചോദിക്കുകയുണ്ടായി, ബിമസുത്ത ഖൗമക്. അദ്ദേഹത്തിന് മുടന്തുണ്ട്, അദ്ദേഹത്തിനെ കാണാൻ വികൃതാണ് എന്നാണ്. അദ്ദേഹത്തിനെ കണ്ട ഒരു മനുഷ്യൻ എന്ത് ചെയ്യൂല? വീട്ടിലേക്ക് കയറ്റൂല. അത്രയും വികൃതമായ ഒരു പ്രകൃതമായിരുന്നു, ശരീരപ്രകൃതമായിരുന്നു അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കാണ്, താങ്കൾ എങ്ങനെയാണ് ഒരു സമൂഹത്തെ ഭരിക്കുന്ന ഒരു രാജാവായി അതിലെ നേതൃപദവിയിലെത്തിയത് എങ്ങനെയാണ് എന്ന് അദ്ദേഹത്തോട് ചോദിക്കാം. ആ സമയത്ത് അദ്ദേഹം മറുപടി പറയുന്നത്, ബിതർക്കി മിമ്മാ ലാ യഅനീനി കമാ അനാക മിൻ അംരി മാ ലാ യഅനീക. അതായത് നീ ഇപ്പൊ ചോദിച്ച ഇതുപോലെയുള്ള ആവശ്യമില്ലാത്ത ചോദ്യങ്ങളുണ്ടല്ലോ, ഇത് ഞാൻ ഒഴിവാക്കിയത് കൊണ്ടാണ് എന്ത് ചെയ്തത്? ഞാൻ അങ്ങനെയുള്ള ഒരു സമൂഹത്തെ നേതാവായി മാറിയത്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഞാൻ എന്ത് ചെയ്തിട്ടില്ല? ചോദിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഞാൻ ചോദിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു? വലിയ നേതാവായി മാറി എന്നെന്ത് ചെയ്തു? അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു കൊടുത്തു എന്നാണ്. അഹ്നഫ് ഇബ്നു ഖൈസിന്റെ ചരിത്രങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ ഹിൽമുള്ള വ്യക്തിയാണ്. ഹിൽമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവധാനത, അങ്ങേയറ്റത്തെ ക്ഷമ, എന്തിനും ക്ഷമിക്കുന്ന അവധാനതയുള്ള, പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ദേഷ്യപ്പെടാത്ത ഒരു വ്യക്തിയാണെന്ത്? അഹ്നഫ്. അപ്പൊ അഹ്നഫിനെ കുറിച്ച് ചില ആളുകൾ സംസാരിക്കാണ്, ഒരു കൂട്ടത്തിലിരുന്ന് സംസാരിക്കാണ്. എന്നിട്ട് പറയാം, അഹ്നഫിനെ നിങ്ങൾ കോപിപ്പിച്ചാൽ, അദ്ദേഹത്തിന് ദേഷ്യം വരുന്ന രൂപത്തിൽ എന്തെങ്കിലും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ദീനാറുകളും ദിർഹമുകളും നൽകാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അവർ അവിടെ പ്രഖ്യാപിച്ചു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാം? അദ്ദേഹത്തെ ദേഷ്യപ്പെടുത്താം, അദ്ദേഹത്തിന്റെ കോപം ഞാൻ ഇളക്കി വിടാമെന്ന് പറഞ്ഞിട്ട് അഹ്നഫിനെ ചീത്ത പറയാം. അഹ്നഫിനെ ഒരുപാട് ചീത്ത പറയുന്നു, കുറ്റം പറയുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷെ അഹ്നഫ് എന്ത് ചെയ്യുന്നില്ല? മറുത്തൊന്നും പറയുന്നില്ല, ഒരു വർത്തമാനവും തിരിച്ചു പറയുന്നില്ല. എന്നിട്ട് അഹ്നഫ് തൻ്റെ ഗോത്രത്തിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് സ്ഥലം മാത്രമാണ് ബാക്കിയുള്ളത്. ആ സന്ദർഭത്തിൽ അഹ്നഫ് പറയാം, നിനക്ക് പറയാനുള്ളത് നീ ഇപ്പം പറഞ്ഞോ, ഞാൻ ഗോത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഗോത്രക്കാർ ഞാൻ സഹിക്കുന്നത് പോലെ, ഞാൻ ക്ഷമിക്കുന്നത് പോലെ എന്ത് ചെയ്യൂല? ക്ഷമിച്ചു കൊള്ളണം എന്നില്ല. അതുകൊണ്ട് നിനക്ക് പറയാനുള്ളതൊക്കെ എന്ത് ചെയ്തോ? ഇപ്പോൾ പറഞ്ഞോ എന്നെന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അത്രയും ക്ഷമയും അതേപോലെ തന്നെ അവധാനതയുമുള്ള ഒരു വ്യക്തിയായിരുന്നു അഹ്നഫ് ഇബ്നു ഖൈസ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല ഹിക്മത്ത് നിറഞ്ഞ, തത്വജ്ഞാനങ്ങൾ നിറഞ്ഞ വാക്കുകളുണ്ട്.
അദ്ദേഹം പറയാൻ ജന്നിബു മജാലിസന ദിക്റൻ നിസാഇ വത്ത്വആം. നമ്മുടെ മജ്ലിസിൽ പെണ്ണുങ്ങളുടെ വർത്തമാനവും ഭക്ഷണത്തിൻ്റെ വർത്തമാനവും നിങ്ങൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ചില ആളുകൾക്ക് എപ്പോൾ കൂടിയിരുന്നാലും വർത്തമാനം പറയാനുണ്ടാവുക ഒന്നുകിൽ സ്ത്രീകളെക്കുറിച്ചാണ്, അതല്ലെങ്കിൽ കല്യാണത്തെക്കുറിച്ചാണ്, അതല്ലെങ്കിലോ ഭക്ഷണത്തെക്കുറിച്ചാണ്. അപ്പം അങ്ങനെയുള്ള വർത്തമാനങ്ങൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം എന്നാണ്. സ്ത്രീകളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശഹ്വത്ത് എന്ത് ചെയ്യും? ഇച്ഛ വർദ്ധിക്കുന്നതാണ്. എന്നാൽ ഇൽമിനെ കുറിച്ച് സംസാരിക്കുമ്പോഴോ ഇൽമിനോടുള്ള താല്പര്യം വർദ്ധിക്കും. അപ്പം അവിടെ അത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ഇന്നി അബ്ഗളുർ റജുല യകൂനു വസ്സാഫൻ ലിഫർജിഹി വബത്നിഹി. ഒരുത്തരം എന്ത് ചെയ്യണം? എപ്പോഴും ഇങ്ങനെ വയറിൻ്റെയും ഭക്ഷണത്തിൻ്റെയും സ്ത്രീകളുടെയും ഒക്കെ ഇങ്ങനെ അതിനെ വർണ്ണിച്ചും വിശേഷിപ്പിച്ചും പറയുന്ന വ്യക്തിയെ ഞാൻ എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു എന്ന് അഹ്നഫ് ഇബ്നു ഖൈസ് പറഞ്ഞു വെക്കാൻ. അതോടൊപ്പം തന്നെ അഹ്നഫ് ഇബ്നു ഖൈസ് പ്രാർത്ഥിക്കുന്ന മറ്റൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇൻ തഗ്ഫിർലി, റബ്ബേ നീ എനിക്ക് പുറത്തു തരികയാണെങ്കിൽ ഫഅൻത അഹ്ലു ദാക്, നീ പുറത്തു തരാണെങ്കിൽ നീ പുറത്തു തരുന്നവനാണ്, നീ അങ്ങേയറ്റം പുറത്തു തരുന്നവനാണ്. വഇൻ തുഅദ്ദിബ്നി, നീ എന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ ഫഅന അഹ്ലു ദാക്, ഞാൻ എന്താണ്? അതിന് അഹ്ലുകാരനാണ് എന്ന് അഹ്നഫ് ഇബ്നു ഖൈസ് പറഞ്ഞു വെക്കാൻ. അതേപോലെ തന്നെ മറ്റൊരിക്കൽ അഹ്നഫ് ഇബ്നു ഖൈസിനോട് പറഞ്ഞു ലഇൻ ഖുൽത വാഹിദതൻ ലതസ്മഅന്ന അശ്റൻ. അഹ്നഫിനോട് പറയാൻ, നീ ഒരു വർത്തമാനം എനിക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? 10 വർത്താനം നിന്നോട് പറയുന്ന ചില ആളുകൾ അങ്ങനെയാണ്. നമ്മൾ ഒന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? എന്നിട്ട് 10ഉം 15ഒക്കെ വർത്താനം പറയും. അപ്പം അങ്ങനെ അഹ്നഫിനോട് പറയാണ്, നീ ഒന്ന് പറഞ്ഞ ബാക്കി എന്ത് ചെയ്യാം? ഞാൻ തീരുമാനാക്കി തരാം എന്ന് അഹ്നഫിനോട് പറഞ്ഞപ്പോൾ അഹ്നഫ് അങ്ങേയറ്റത്തെ അവധാനതയുള്ള മനുഷ്യനാണ്. അഹ്നഫ് തിരിച്ചു പറഞ്ഞു, എന്ത്? ഇൻ ഖുൽത അശ്റൻ ലം തസ്മഅ വാഹിദ, നീ 10 പറഞ്ഞാലും ഞാൻ എന്ത് ചെയ്യൂല? ഒന്നും പറയില്ല എന്ന് പറഞ്ഞു എന്നാണ്. അദ്ദേഹം ഒരു വിഡ്ഢിയായ മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വിഡ്ഢിത്വത്തിന് ആര് നിന്നു കൊടുത്തിട്ടില്ല? അഹ്നഫ് നിന്നു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അവധാനത എപ്പോഴും മനുഷ്യനെ ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും? കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് ഒരു സമൂഹത്തെ നയിക്കാൻ ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണെന്ത്? അവധാനത ഉണ്ടാവുക. കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് മനസ്സിലാക്കി അതിനനുസൃതമായി കാര്യങ്ങൾ വിധിക്കുക എന്നത് അവധാനതയുള്ള ആളുകൾക്കേ സാധിക്കുകയുള്ളൂ. ആ അഹ്നഫ് ഇബ്നു ഖൈസ് റഹിമഹുല്ല, അതല്ലെങ്കിൽ സഹാബി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാണ്, അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, കാനൂ ലാ യനാമൂന ഇല്ലാ ഖലീലൻ സുമ്മ യഖൂലു ലസ്തു മിൻ അഹ്ലി ഹാദിഹിൽ ആയ. നമ്മൾ ആ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ചിന്തയാണ്, ഞാൻ ആ ആയത്തിൻ്റെ ഉടമയാണോ? ആ ആയത്തിൽ ഞാൻ ഉൾപ്പെടുമോ? എനിക്ക് ഉൾപ്പെടാൻ സാധിക്കുമോ? എപ്പോഴാണ് ആ ആയത്തിൻ്റെ പരിധിയിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുക എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ആലോചിക്കേണ്ടതുണ്ട്. അഹ്നഫ് എന്ന സ്വഹാബി പറയാണെന്ത്? ഞാൻ അതിൻ്റെ ആളല്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ വിനയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചാൽ മനസ്സിലാവും അദ്ദേഹം ദീർഘമായ രാത്രി നമസ്കാരം നിസ്കരിക്കുന്ന വ്യക്തിയായിരുന്നു എന്നാണ്. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി പറയാൻ, കാനൽ അഹ്നഫ് ഇബ്നു ഖൈസ് യഖൂൽ, അഹ്നഫ് ഇബ്നു ഖൈസ് പറയാറുണ്ടായിരുന്നു, അറൽതു അമലി അലാ അമലി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗക്കാരുടെ പ്രവർത്തനമാണെന്ത്? രാത്രി നിസ്കാരം. അപ്പം ഞാൻ എൻ്റെ പ്രവർത്തനം സ്വർഗ്ഗക്കാരുടെ പ്രവർത്തനവുമായി ഞാൻ തുലനം ചെയ്തു. ഫഇദാ ഖൗമുൻ ഖദ് ബായനൂന ബൗനൻ ബഈദാ, സ്വർഗ്ഗക്കാരെന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് അവർ അങ്ങേയറ്റം മുന്നേറിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ പ്രവർത്തനങ്ങളാണെങ്കിലോ വളരെ തുച്ഛമാണ്. ഇദാ ഖൗമുൻ ലാ നബ്ലുഗു അഅമാലഹും, അവരുടെ അടുക്കലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്, എൻ്റെ സൽക്കർമ്മങ്ങളൊന്നും അവിടെ എത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് രാത്രി നമസ്കാരത്തിൻ്റെ വിഷയത്തിലുള്ള കണിശത എന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ് ഇബ്നു അസ്ലം അദ്ദേഹം പറയാം, ഖാല റജുലുൻ മിൻ ബനി തമീം ലി അബി, എൻ്റെ ഉപ്പയോട് ബനു തമീമിൽപ്പെട്ട വ്യക്തി എന്ത് ചെയ്തു? പറഞ്ഞു, യാ അബാ ഉസാമ സിഫത്തുൻ ലാ അജിദുഹാ ഫീനാ ദക്കറല്ലാഹു തആല ഖൗമൻ. ഓ അബൂ ഉസാമ, അള്ളാഹു പറഞ്ഞ ഒരു സിഫത്തുണ്ട്, അതെന്തില്ല? നമ്മുടെ ജീവിതത്തിൽ ആ സിഫത്തില്ല എന്ന് പറഞ്ഞിട്ട് ഏതായത്താ ഓതുന്നത്? കാനു ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, അതായത് നമ്മുടെ ജീവിതത്തിലൊന്നും ഇല്ലാതെ പോയ ഒരു വലിയ സൽഗുണമാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? ഈ പറഞ്ഞ താബിഈ പണ്ഡിതന്മാരൊക്കെ ഖേദിക്കുകയാണ്. ഫഖാല ലഹു,
അബി റളിയല്ലാഹു അൻ, എൻ്റെ ഉപ്പ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ്, തൂബ ലിമൻ റഖദ ഇദാ നഇസ, ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുന്നവന് മംഗളം, വത്തഖല്ലാഹ ഇദസ്തൈഖല, അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിച്ച് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് പിന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനും മംഗളം എന്ന് അദ്ദേഹം തിരിച്ചു മറുപടിയായി പറഞ്ഞു എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാത്രി നിസ്കാരത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകതയാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതായത് രാത്രി നമസ്കരിക്കുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? വാനോളം പുകഴ്ത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് വിശേഷണങ്ങൾ രാത്രി നിസ്കരിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേൾക്കുക എന്നുള്ളതിനുപരി ചുരുങ്ങിയത് ഒരു റക്അത്തെങ്കിലും എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് രാത്രി നമസ്കരിക്കാൻ സാധിക്കണം. രാത്രി നമസ്കാരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ്. സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ഫദ്ല് നിറഞ്ഞ, ശ്രേഷ്ഠത നിറഞ്ഞ നിസ്കാരമാണ് രാത്രി നിസ്കാരം. അതുകൊണ്ട് ആ നിസ്കാരം നമുക്ക് നിസ്കരിക്കാൻ സാധിക്കുന്നില്ല, എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല, അതിന് തൗഫീഖ് ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈമാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മളൊന്ന് ശരിപ്പെടുത്തേണ്ടതുണ്ട്, ഒന്ന് പുതുക്കി പണിയേണ്ടതുണ്ട്. എപ്പോഴും ഇടമുറിയാതെ, അത് മുറിഞ്ഞു പോകാതെ എന്ത് ചെയ്യണം? രാത്രി നമസ്കാരം തുടർത്തുന്ന അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഫർള് നിസ്കാരത്തിലൊക്കെ എന്ത് ചെയ്യും? അങ്ങേയറ്റത്തെ കണിശത സ്വാഭാവികമായും വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനാദ്യമായി വേണ്ടത് അള്ളാഹുവിൻ്റെ സഹായമാണ്. ഏതൊരു ഇബാദത്തിനും നമുക്ക് ആവശ്യം എന്താ? അള്ളാഹുവിൻ്റെ സഹായം. അല്ലാഹുമ്മ അഇന്നി, റബ്ബ് എന്ത് ചെയ്യണം? എന്നെ സഹായിക്കണം. ഈ പറഞ്ഞ ഇബാദത്തിന് എന്ത് ചെയ്യേണ്ടതുണ്ട്? എന്നെ സഹായിക്കേണ്ടതുണ്ട് എന്ന് നിത്യവും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. അള്ളാഹ് എന്ത് ചെയ്യും? സഹായിക്കും. അപ്പം നമുക്ക് സത്യസന്ധതയുണ്ട് എങ്കിൽ അള്ളാഹു നമ്മ എന്ത് ചെയ്യൂല? കൈവിടുകയില്ല. അപ്പോൾ ആ സത്യസന്ധത അള്ളാഹുവിന് എന്ത് ചെയ്യണം? നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രി നമസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.